അംബാനി ഫാമിലി അത് ചെയ്തു, അംബാനി ഫാമിലി ഇത് ചെയ്തു, അംബാനി അത് ചെയ്തു, അംബാനി ഇത് ചെയ്തു. 102 വണ്ടി നമുക്ക് അൺലോക്ക് ചെയ്യാം ഗൈസ്. രാവിലെ തന്നെ ഒന്ന് ഗേറ്റ് തുറക്കാം. ഓക്കെ, വണ്ടി അൺലോക്കായി. ആദ്യം നമ്മുടെ ബാഗ്, എൻ്റെ ബാഗ്. ചളി കഴുകണം പോയിട്ട്. അപ്പോൾ നമുക്ക് ഗേറ്റ് തുറക്കാം. സ്റ്റാർട്ടാക്കി ഗൈസ്. ഇനി മെല്ലെ നമുക്ക് വണ്ടി ഇറക്കിടാം. ഓക്കെ, അപ്പോൾ വണ്ടി നമുക്ക് ഇറക്കാം ഗൈസ്. ഇറക്കി നമ്മൾ വണ്ടി ഇറക്കിട്ടു. ഓക്കെ, ഇവിടെ ഇറക്കിട്ടു ഗൈസ്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ടിൽ കാണുന്ന റോഡ് റോളർ തന്നെയാണ്. അപ്പോൾ റോഡ് നേരാക്കുമെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. നേരൊക്കെയാൽ മതിയായിരുന്നു, എന്നാൽ നമ്മുടെ വണ്ടിക്ക് അടിപൊളിയായിട്ട് ഓടും. അപ്പോൾ ഇനി കോളേജ് എത്തിയിട്ട് വരാം ഗൈസ്. അപ്പോൾ കുറച്ച് തന്നെ വരാം. അപ്പോൾ ഗൈസ് നമ്മൾ കോളേജ് എത്തി, വണ്ടി ഓഫ് ചെയ്ത് ചാവി കയ്യിൽ നേരെ കോളേജിൽ കയറാം ഗൈസ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ വണ്ടി ലോക്ക് ചെയ്യാം ഗൈസ്. അപ്പോൾ നേരെ കോളേജിൽ കയറാം. രാവിലെ തന്നെ ക്യാരംസ് കളിച്ചോണ്ടിരിക്കല്ലേ. ഇതൊക്കെ പറഞ്ഞതൊക്കെ വീഡിയോയിലുണ്ടാവും, വേറെ വിഷയം. ഒരു ക്യാരം ഞാൻ വീഴ്ത്തല്ലടാ. അപ്പൊ ക്യാരംസ് ഒക്കെ കളിച്ച് നമ്മള് കളിയൊക്കെ കഴിഞ്ഞ് കോളേജിൽ നിന്ന് പോകുന്നു. ഇപ്പൊ നമ്മുടെ സ്കൂളിൽ ശബരിയുടെ അവിടെ എത്തി ഗൈസ്. അപ്പോൾ ഇവിടെ വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഒരു കാര്യം പറയണ്ടേ ഗൈസ്, ഒരു മിനിറ്റ് ഇപ്പോൾ വരാം. അപ്പോൾ ആ കാര്യം പറയുന്നത് വെച്ചാൽ നമ്മുടെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ കാണുന്നത് അംബാനി ഫാമിലി അത് ചെയ്തു, അംബാനി ഫാമിലി ഇത് ചെയ്തു, അംബാനി അത് ചെയ്തു, അംബാനി ഇത് ചെയ്തു. എന്നിട്ട് അതിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ, അല്ലെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ കാണാം ഇവർക്ക് കുറേ പാവപ്പെട്ടവർക്ക് കൊടുത്തോടെ ഇതിൽ എത്ര പൈസ ഇല്ലാക്കി 800 കോടി രൂപ പ്രീ വെഡിങ് ചെയ്യണത്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതൊക്കെ അവരുടെ 1% വെൽത്തേ ഉള്ളൂ. 95 ലക്ഷം കോടിയോ 9 ലക്ഷം കോടി എന്തോ ആണ് അവരുടെ ആസ്തി. 9 ലക്ഷം കോടി എന്നാൽ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 9 ലക്ഷം കോടിയാണ്, അങ്ങനെ എന്തോ ആണ്. 103 ബില്യൺ ഡോളേഴ്സിൻ്റെ നെറ്റ്വർത്ത് അവർക്കുണ്ട്. 1000 കോടി ഒന്നും അവർക്ക് 1% പോലും ഇല്ല. പോയിന്റ് എത്രയേ വരുള്ളൂ, 0.1%ഓ 2% അവരുടെ വെൽത്തിനുള്ളൂ. അവർക്ക് അത് ചെയ്യാം. പിന്നെ അംബാനി ഇപ്പോഴും ഇങ്ങനെയാണ്, പണ്ടും ഇങ്ങനത്തെ എല്ലാവർക്കും ചാരിറ്റി ചെയ്യുന്ന ടീംസാണ്. ഏറ്റവും കൂടുതൽ ചാരിറ്റി ഇത് രത്തൻ ടാറ്റ 102 ബില്യൺ ഡോളേഴ്സോളം ചാരിറ്റി ചെയ്തിരുന്ന രത്തൻ ടാറ്റയാണ്. ടാറ്റ ഗ്രൂപ്പ്സാണ് ഏറ്റവും വലിയ ചാരിറ്റി ഇന്ത്യയിൽ ചെയ്തിരുന്ന, എൻ്റെ അറിവിൽ ശരിയാണെങ്കിൽ. അപ്പോൾ ഗൈസ് ഇത്രേ പറയുള്ളൂ. അല്ല, ഫൈനലി നമ്മൾ വീട്ടിലെത്തി ഗൈസ്. ഇവിടെ വീടിൻ്റെ അവിടെയാണ്. അപ്പോൾ അമ്മ ഗേറ്റ് തുറക്കുന്നുണ്ട്. നമുക്കൊന്ന് റിവേഴ്സ് ഇട്ടു. യെസ്, അപ്പോൾ ഈ വണ്ടി ഉള്ളിൽ കയറിയിടാം, എന്നിട്ട് വരാം ഗൈസ്.